ഇറാൻ മാത്രമാണ് അമേരിക്കയ്ക്ക് വിധേയമാകാതെ അതേസമയം ഇസ്രായേലിനെതിരെ ഒരു പ്രഖ്യാപിത നിലപാടുമായി. ഇറാന്റെ അഭിപ്രായത്തിൽ അമേരിക്ക വലിയ ചെകുത്താനും ഇസ്രായേൽ ചെറിയ ചെകുത്താനുമാണ്. അപ്പം അങ്ങനെ വലിയ ചെകുത്താനെയും ചെറിയ ചെകുത്താനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഇറാന്റെ പ്രഖ്യാപിത നയമാണ്. അങ്ങനെ പ്രഖ്യാപിത നയമുള്ള വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഇറാനെ ദുർബലപ്പെടുത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഖൊമേനിയെ പുറത്താക്കും, അവിടെ ജനകീയ മുന്നേറ്റം വരും, ഭരണമാറ്റം വരും, അങ്ങനെയുള്ള ഒരു വാദം വയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അക്രമം ബോംബിങ്ങിലൂടെയും മറ്റുമൊക്കെ നടത്തിയത്. എന്നാൽ ഈ വിചാരിച്ചതുപോലെ ഇസ്രായേലിന് ആദ്യഘട്ടത്തിൽ ആ നേട്ടം നേടുവാനായിട്ട് കഴിഞ്ഞില്ല. ആണവ സ്റ്റേഷനുകളെയും അതുപോലെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ നശിപ്പിച്ചുവെങ്കിലും അതൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ നല്ല രീതിയിൽ തിരിച്ചടിക്കുകയും ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെൽ അവീവിലും അതുപോലെ ഹൈഫ മുതലായ പ്രധാനപ്പെട്ട ഇസ്രായേലിലെ പട്ടണങ്ങളിലുമൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ട് ഇറാൻ കാര്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്തിയിട്ടുണ്ട്. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ലായിരുന്നു. ഇത്രയും കടുത്ത അക്രമം അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയിട്ടും അവസാന നിമിഷം വരെ ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഇസ്രായേലിന് അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി. ഇറാൻ അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ വരുത്തി. അത് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇറാൻ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇസ്രായേൽ അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ഇറാൻ അത് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എളുപ്പമല്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനും മുഖം രക്ഷിക്കുവാനുമായി അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവരുടെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രം ഫൊർദോയിൽ നശിപ്പിച്ചുവെന്നും ഇനി ഇറാൻ ആണവശേഷിയില്ല എന്നും അക്രമത്തിന് ശേഷം ട്രംപ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് യുദ്ധത്തിന് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു ന്യായം, ഒരു യുക്തി അവിടെ അവതരിപ്പിക്കുന്നു. അതേസമയം ഇറാൻ വെടിനിർത്തലിന് തയ്യാറാകുന്നതിന് മുമ്പ് അമേരിക്ക അറിയിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമായ ഖത്തറിലെ സെൻറ്ററിലേക്ക് മിസൈലുകൾ അയക്കുകയും അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പ്രതീകാത്മകമായി അമേരിക്കയ്ക്ക് ഏറ്റ ഒരു മുഖത്തടിയായി ഇറാൻ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ട്രംപ് ഇനി സമാധാനത്തിന് നാളുകളാണ്, അക്രമം നിർത്തണമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്നത്. അപ്പം ഇവർ വെടിനിർത്തലിലേക്ക് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ലക്ഷ്യങ്ങൾ നേടിയോ എന്ന് ചോദിച്ചാൽ നേടിയെന്ന് പറയാം, എന്നാൽ ഒന്ന് അവലോകനം ചെയ്താൽ നേടിയില്ലെന്ന് കണ്ടെത്താൻ കഴിയും. അതേസമയം നേടാമെന്ന് വിചാരിച്ചിരുന്ന ലക്ഷ്യം അത്ര എളുപ്പമല്ല എന്നുള്ളത് ഇറാന്റെ മിസൈൽ ശേഷി വരുത്തിയ പ്രഹരത്തിൽ നിന്ന് ഇസ്രായേലിന് മനസ്സിലായി. അതുപോലെ അമേരിക്ക ട്രംപിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാടും സമീപനവും ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. കാരണം ട്രംപ് ഒരു പെട്ടെന്നൊരു മിന്നൽ ആക്രമണം നടത്തുന്നു, ലക്ഷ്യം നേടിയെന്ന് പറയുന്നു, നിർത്തുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപിന് വലിയ യുദ്ധങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് പുറത്ത് നടത്തുവാൻ വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹം കിട്ടിയ ഒരു അവസരത്തിൽ ഒരു പ്രഹരം നടത്തിയിട്ട് ലക്ഷ്യം നേടിയില്ലെങ്കിലും യുദ്ധം അവസാനിച്ചു. പക്ഷേ ഇവിടെ ഇറാൻ കുറച്ച് ദുർബലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ശരിയാണ്. അത് ഇന്നലെ ഈ യുദ്ധത്തിൽ നിന്ന് മാത്രമല്ല, അവരുടെ നിഴൽ സംഘങ്ങൾ ഹുദികളാണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇറാഖിലെ സായുധ സംഘങ്ങളാണെങ്കിലും സിറിയയിൽ വന്ന ഭരണമാറ്റമൊക്കെ ചേർന്ന് ഇറാൻ ആകെ ദുർബലമാണ്. ആ ദൗർബല്യത്തിന്റെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇറാനെ കുറച്ചും കൂടി ദുർബലമാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരു യുദ്ധലക്ഷ്യമായി നമുക്ക് കാണാം. അതിനപ്പുറത്തൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ ഇവർക്കെല്ലാം താല്പര്യമുണ്ടായിരുന്നു. കാരണം അവർക്കെല്ലാം അസ്വീകാര്യമായ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ, അമേരിക്കയിൽ 19 സൈനിക താവളങ്ങൾ വെസ്റ്റ് ഏഷ്യയിലുണ്ട്. അതിൽ 40,000-ത്തിലും സൈനികരുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും മറ്റ് സന്നാഹങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ഇറാൻ ഈസിയായിട്ട് മിസൈലുകൾ കൈവശമുണ്ടെങ്കിൽ ആക്രമിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് യുദ്ധം അവസാനിച്ചതെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ട്രംപിന് മനംമാറ്റമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ട്രംപിന് പെട്ടെന്നൊരു മനംമാറ്റം എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നത് ട്രംപ് ഈ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു മനംമാറ്റത്തിൻ്റെതായ ഒരു പ്രശ്നമല്ല, മറിച്ച് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു ഒരു പ്രഹരം കൊടുക്കുക, അതിനുശേഷം യുദ്ധം അവസാനിച്ചതായിട്ട് പറയുക. പ്രഹരത്തിൽ അണവശേഷിക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊരു മനംമാറ്റത്തിന് ശരിയാണ്. ഇറാൻ ഒരു വലിയ സന്ദേശം കൊടുത്തു. അമേരിക്കയുടെ
പശ്ചിമേഷ്യയിലെ താവളങ്ങളെ ആക്രമിക്കുമെന്നും അങ്ങനെ ആക്രമിച്ചാൽ അതിനെതിരെ പ്രതിരോധിക്കുവാൻ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിലും ചിലപ്പോൾ കഴിയണമെന്നില്ല. കാരണം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായിരുന്നല്ലോ ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനംമാറ്റം രണ്ട് രീതിയിലുണ്ട്. ഇറാന് നാശനഷ്ടം വരുത്തി, ഇനി തുടർന്നാൽ തങ്ങൾക്കും അത്യാവശ്യം പണി കിട്ടും എന്നുള്ള തിരിച്ചറിവ് കൂടിയായിരിക്കണം ട്രംപിനെ അങ്ങനെ മനംമാറ്റത്തിന് പ്രേരിപ്പിച്ചത്. മാത്രവുമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് അങ്ങനെ ഒരു നീണ്ട യുദ്ധം നടത്തുവാൻ താല്പര്യമുള്ള ആളായിട്ടും കണക്കാക്കാൻ പറ്റുന്നു.